+1 ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത്. ട്രാൻസ്ഫറിന്റെ സർക്കുലർ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ട്രാൻസ്ഫർ അപ്ലൈ ചെയ്യാം, എങ്ങനെയാണ് ട്രാൻസ്ഫർ അപ്ലൈ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. +1 ട്രാൻസ്ഫർ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇത്തരം അപ്ഡേറ്റ്സിനായിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ട്രാൻസ്ഫറിനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. ഇതുവരെ ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കാണ് ട്രാൻസ്ഫറിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ ആയിട്ട് അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്കോ സ്പോർട്സ് കോട്ടയിൽ അലോട്ട്മെന്റ് കിട്ടിയ കുട്ടികൾക്കോ മാത്രമേ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കൂ. കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെന്റ് കോട്ട ട്രാൻസ്ഫർ അപ്ലൈ കൊടുക്കാൻ സാധിക്കില്ല. ഇനി ഫസ്റ്റ് ഓപ്ഷനിൽ പ്രവേശനം കിട്ടിയ വിദ്യാർത്ഥി ആണെങ്കിലും എന്ത് കൊടുക്കാം? ട്രാൻസ്ഫർ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥി ആണെങ്കിൽ പോലും എന്ത് കൊടുക്കാം? ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിലും നിങ്ങൾക്ക് എന്തിന് അപ്ലൈ ചെയ്യാം? ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനി സ്കൂൾ കോമേഴ്സ് ട്രാൻസ്ഫറിൽ അപേക്ഷിക്കാൻ സാധിക്കാത്തൊരു വിഭാഗമാണെന്ത്? അധിക സീറ്റ് സൃഷ്ടിച്ച് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ, അതായത് എക്സ്ട്രാ സീറ്റ് കിട്ടിയിട്ട് അതിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് സാധിക്കില്ല. അത് മാത്രമല്ല, ഒരു ജില്ലയിൽ പ്രവേശനം നേടിയ ശേഷം നിങ്ങൾ TC വാങ്ങിയിട്ട് വേറൊരു ജില്ലയിൽ പോയി ചേർന്നെങ്കിൽ ആദ്യം ജോയിൻ ചെയ്ത ജില്ലയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല? ട്രാൻസ്ഫർ കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ട്രാൻസ്ഫർ ആർക്ക് കൊടുക്കാം? ഏകജാലക സംവിധാനത്തിൽ മെറിറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ കിട്ടിയ ആളുകൾക്ക്, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടിയ ആളാണെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. ഇനി നിങ്ങൾ ചെയ്യുന്ന കാര്യം, എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത്? നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്കും ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം കേട്ടോ. കോഴിക്കോട് താമസിക്കുന്ന ആൾക്ക് മലപ്പുറം ജില്ലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മലപ്പുറത്ത് കിട്ടിയ ആളുകൾക്ക് വയനാടേക്ക് ട്രാൻസ്ഫർ കൊടുക്കാം. ട്രാൻസ്ഫർ മറ്റൊരു ജില്ലയിലേക്ക് കൊടുക്കാൻ പറ്റും. അതായത് കാൻഡിഡേറ്റ് ലോഗിനിലൂടെ, അതായത് എന്ത് ചെയ്യാം? HSCAPന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്തിട്ട് ആ കാൻഡിഡേറ്റ് ലോഗിനിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാം. ഓൺലൈൻ ആയിട്ടാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത്. ജൂലൈ 21 തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള സമയം. ജൂലൈ 21 തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള സമയം. ഈ ഒരു കാര്യം ഓർത്ത് വെച്ചോ. ജൂലൈ 21 തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓൺലൈനായിട്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് അക്ഷയയിൽ പോയിട്ടോ കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ തന്നെ മറ്റൊരു കോമ്പിനേഷനിലേക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ? ട്രാൻസ്ഫർ കൊടുക്കട്ടെ. അതായത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് സയൻസിൽ നിന്ന് കൊമേഴ്സിലേക്കോ കൊമേഴ്സിൽ നിന്ന് ഹ്യൂമാനിറ്റീസിലേക്കോ നിങ്ങളുടെ സെയിം സ്കൂളിൽ തന്നെ ട്രാൻസ്ഫർ കൊടുക്കണമെങ്കിലും എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്കോ എന്ത് ചെയ്യണമെന്നില്ല, ട്രാൻസ്ഫർ കൊടുക്കാനും പറ്റും. മറ്റൊരു സ്കൂളിലേക്കോ എന്ത് ചെയ്യാം? പിന്നെ ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും. ഓക്കെ, യെസ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ട്രാൻസ്ഫർ കിട്ടാൻ താല്പര്യം സ്കൂളാണ് നിങ്ങൾ ഫസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുത്തിട്ട് ഏതെങ്കിലും സ്കൂളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ ട്രാൻസ്ഫർ കൊടുത്ത് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആദ്യത്തെ സ്കൂൾ പഠിക്കാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ പുതുതായിട്ട് കിട്ടിയ സ്കൂളിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്തിരിക്കണം. അതായത് സ്കൂൾ മാറ്റം ലഭിച്ചാൽ വിദ്യാർത്ഥി നിർബന്ധമായും പുതിയ സ്കൂളിലേക്ക് മാറണം. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ നോക്കിയും കണ്ടും മാത്രം ട്രാൻസ്ഫർ കൊടുക്കണം. അതായത് കൃത്യമായിട്ട് ഈ ഒരു സർക്കുലർ പറയുന്നുണ്ട്, ജില്ലാന്തര സ്കൂൾ കാമ്പിനേഷൻ ട്രാൻസ്ഫറിനുള്ള ഓപ്പൺ വേക്കൻസി വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്കൂൾ കോമേഴ്സ് ട്രാൻസ്ഫറിനുള്ള അപേക്ഷകൾ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുക. അതായത് നിങ്ങൾ ഒരു തെറ്റും വരുത്തരുത്. നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി, നിങ്ങൾക്ക് ഏതോ ഒരു സ്കൂളാണ് ട്രാൻസ്ഫർ കൊടുത്തത്, ആ സ്കൂൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ സ്കൂളിൽ പോയിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ട്രാൻസ്ഫർ ഏത് സ്കൂളിലേക്ക് വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത സ്കൂളിലേക്ക് കൊടുക്കട്ടോ. നിങ്ങൾ ഇതുവരെ സിംഗിൾ വിൻഡോ സിസ്റ്റം വഴി കൊടുക്കാത്ത സ്കൂളുകളിലേക്ക് നിങ്ങൾക്ക് എന്തിനു കൊടുക്കാം? ട്രാൻസ്ഫറിന് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ ആളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് കൊടുക്കാം. ജൂലൈ 21 തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ് ട്രാൻസ്ഫറിന് കൊടുക്കാനുള്ള സമയം. അപ്പോൾ നിങ്ങൾക്ക് അത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവിടേക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും മാറണം. അപ്പോൾ ട്രാൻസ്ഫർ ജൂലൈ 21 തിങ്കളാഴ്ച വൈകിട്ട് 4 മണി വരെയാണ്. കൊടുക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ആയിക്കോ, ഓൺലൈനായിട്ട് റെഡി ആയിക്കോ, അക്ഷയയിലോ കമ്പ്യൂട്ടർ സെന്ററിലോ പോവുക. കറക്റ്റായിട്ട് നോക്കിയും കണ്ടു മാത്രം സ്കൂൾ കൊടുക്കുക. മിസ്റ്റേക്ക് വരുത്തിയിട്ട് ഏതെങ്കിലും സ്കൂൾ കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യണം. അപ്പോൾ നോക്കിയും കണ്ടു മാത്രം എന്ത് ചെയ്യുക? സ്കൂളുകൾ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയച്ചോ. ബൈ.